ഞാൻ എൻ്റെ ഒരു പോസിറ്റിവിറ്റി നോക്കുകയാണെങ്കിൽ, ഒരു പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, പുതിയ സംവിധായകർക്ക് സിനിമ വിദൂരത്താണ് എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന സംവിധായകർക്ക് അവരുടെ വിഷമം കണ്ടല്ല, അവർക്ക് സമയം കൊടുക്കും. അവരിൽ അതൊരു കാതലുണ്ട്, ഇതിലെനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സിനിമ ചെയ്യും. എത്രത്തോളം അങ്ങനത്തെ ഈ പുതുതലമുറയെ, പുതിയ കഥയുമായി വരുന്ന ആൾക്കാരെ ജയൻ മനസ്സിലാക്കുന്നു? എങ്ങനെയാണ് അവരെ കാണുന്നത്? ജയന്തി, ഒരാൾ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അയാൾ എത്രമാത്രം പാഷനേറ്റാണ് സിനിമയെക്കുറിച്ചെന്ന് നമുക്ക് മനസ്സിലാവും. അത് കഥ പറയുന്ന ആളാണെങ്കിലും ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും നമുക്ക് അവരിലൂടെ സിനിമ കാണാൻ പറ്റും. ചിലപ്പോൾ വാചാലനായിരിക്കില്ല ചിലവർ, പക്ഷേ എങ്കിലും അവൻ്റെ ഒരു സ്പാർക്ക് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ പുതിയ സംവിധായകരോട് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഈവൻ ലാസ്റ്റ് പ്രജേഷ് ആണെങ്കിലും എല്ലാം. അപ്പോൾ ഒറ്റ സീൻ പറഞ്ഞുള്ളൂ, പ്രജേഷ് ഒറ്റ സീനാണ് പറഞ്ഞത്. ഒറ്റ സീൻ കൊണ്ട് തന്നെ എനിക്ക് ക്യാപ്റ്റൻ ചെയ്യണം എന്നുള്ള തോന്നൽ വരികയാണ് ഉണ്ടായത്. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പ്രജേഷിൻ്റെ അടുത്ത പടം ഞാൻ ചെയ്യണം, വെള്ളം ചെയ്യണം. കാരണം അദ്ദേഹത്തിന് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുമല്ലോ ഇവിടെ. അതെൻ്റെ ഭാഗ്യമാണ്. നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്, പുതിയ ആളുകൾ എന്താ പറയുക വരികയും എനിക്ക് ആ കഥാപാത്രം ചേരുകയും ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഞാനതിനെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ പ്രൊജക്റ്റൊക്കെ ഞാൻ തന്നെ ചിലപ്പോൾ എനിക്കത് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്കത് ഇത് ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പോൾ ഒരു പുതിയ സംവിധായകൻ വന്നാൽ അദ്ദേഹത്തിന് പ്രൊഡ്യൂസറെ പരിചയം ഉണ്ടാവില്ല അല്ലേ, അദ്ദേഹത്തിൻ്റെ കഥയുണ്ട്, ഇതുണ്ട്, എനിക്ക് ഡയറക്റ്റ് ചെയ്യണം ചേട്ടാ എന്ന് പറഞ്ഞ് കഥ കേട്ട് ഓക്കെ ആണെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങൾ കേട്ട് നോക്കൂ. അവർ ഓക്കെ ആണെങ്കിൽ പ്രൊജക്റ്റ് ഓണാവും. ഇതാണ് സംഭവം.